മങ്ങിയ വെളിച്ചത്തിലേക്ക് കടന്നപ്പോൾ മുന്നിൽ നീണ്ടുകിടക്കുന്ന വഴിയിലേക്ക് നോക്കി സഞ്ജയ് സുബ്രഹ്മണ്യം തന്റെ ചെവിയിലെ ഇയർപീസിലൊന്ന് വിരലമർത്തി. അപ്പുറത്ത് നമിതയുടെ നിശ്വാസം അയാൾക്ക് കേൾക്കാമായിരുന്നു. സഞ്ജയ് പതിഞ്ഞ സ്വരത്തിൽ അവളോട് സംസാരിക്കാൻ തുടങ്ങി. നമിത, ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ട്. സിഗ്നൽ ക്ലിയർ ആണല്ലോ അല്ലേ? യെസ് സഞ്ജയ്, പെർഫെക്റ്റ്ലി ക്ലിയർ. പക്ഷേ താൻ നല്ലപോലെ സൂക്ഷിക്കണം. അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം അത്രയ്ക്ക് അഡ്വാൻസ്ഡാ. സോ ഞാൻ പറയണ്ടല്ലോ അല്ലേ? താൻ ചുമ്മാ പേടിക്കാതെ. ഐ വിൽ. സഞ്ജയ് നമിതയോട് പറയാൻ വന്നത് പൂർണ്ണമാക്കും മുമ്പ് അകത്തുനിന്ന് അലാം ശബ്ദമുണ്ടാക്കി തുടങ്ങി. സഞ്ജയ് ഒന്ന് നടുങ്ങി. ഷിറ്റ്, ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? നമിത, അലാം! സഞ്ജയുടെ ശബ്ദം കേട്ടതും നമിതയൊന്ന് പരിഭ്രമിച്ചു. എനിക്കൊരു ഐഡിയ ഇല്ല സഞ്ജയ്. സിസ്റ്റം എന്തോ ഹാക്ക് ആയെന്ന് തോന്നുന്നു. സഞ്ജയ്, താൻ ഇനി അതിനകത്ത് നിൽക്കുന്നത് ഡേഞ്ചറാ. പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറ്. ഗെറ്റ് ഔട്ട് ഓഫ് ദേർ. അപ്പോഴേക്കും ആരൊക്കെയോ അവിടേക്ക് ഓടി വരുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന്റെ ശബ്ദവും കേൾക്കാമായിരുന്നു. പട്ടാളക്കാരുടെ അലർച്ചകൾ ചുമരിൽ തട്ടി അവിടെ ആകെ പ്രതിധ്വനിച്ചു. സഞ്ജയ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴേക്കും ഒരു പട്ടാളക്കാരന്റെ ശ്രദ്ധ അവന്റെ മേൽ പതിഞ്ഞു. ഹേയ്, someone is here, catch him! സഞ്ജയ് ഇയർപീസിലേക്ക് കൈവച്ചു. നമിത, ഞാൻ വിളിക്കാം. തന്റെ നേർ കോടി വരുന്ന പട്ടാളക്കാരെ ഒരു നിമിഷം നോക്കി നിന്ന സഞ്ജയുടെ കൈകാലുകൾ പിന്നീട് അതിവേഗം ചലിക്കാൻ തുടങ്ങി. മാർഷൽ ആർട്സിൽ വിദഗ്ധനായ സഞ്ജയെപ്പോലെ ഒരാൾക്ക് അവരെ നേരിടുന്നത് അത്ര പ്രശ്നമായിരുന്നില്ല. പോരാട്ടത്തിനിടയിലും തന്റെ ഈ മിഷൻ ഫെയിലാകരുത് എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും വജ്രയുടെ അടുത്തേക്ക് എത്തണമെന്ന വാശിയോടെ അവൻ തനിക്ക് മുന്നിലുള്ളവരെ നേരിട്ടു. അവന്റെ മനസ്സിൽ 6 മാസം മുൻപുള്ള ഒരു ദിവസം തെളിഞ്ഞു വന്നു. 6 മാസം മുൻപുള്ള ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ബാങ്കറിനകത്ത് നിൽക്കുകയാണ് സഞ്ജയ് സുബ്രഹ്മണ്യം. അയാൾക്ക് മുന്നിൽ തലയെടുപ്പോടെ മേജർ ഭക്ഷി നിൽപ്പുണ്ട്. സഞ്ജയ്, ഞാൻ എന്തിനാ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? സഞ്ജയ് ഇല്ലെന്ന് തലയാട്ടി. ഇല്ല സർ, പക്ഷേ എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് മാത്രം മനസ്സിലായി. മേജർ ഒന്ന് നിവർന്നു നിന്നുകൊണ്ട് സഞ്ജയെ നോക്കി. എക്സാക്ട്ലി. താൻ ആസാദ് ഭാരതിനെക്കുറിച്ച് കേട്ടിരുന്നോ? സഞ്ജയുടെ മുഖത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആസാദ് ഭാരത്? അതൊരു അണ്ടർഗ്രൗണ്ട് റെസിസ്റ്റന്റ് ഗ്രൂപ്പ് അല്ലേ? എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളൊരു റെസിസ്റ്റന്റ് ഗ്രൂപ്പ് അല്ല സഞ്ജയ്. വിഭജിച്ചു കിടക്കുന്ന ഈ രാജ്യത്തെ വീണ്ടും പഴയതുപോലെ ഒന്നിച്ചു ചേർക്കുക എന്നതാണ് ഞങ്ങളുടെ മിഷൻ. സഞ്ജയുടെ മുഖത്ത് ഒരാശയക്കുഴപ്പം തെളിഞ്ഞു. പക്ഷേ അതെങ്ങനെ ശരിയാകാനാ സാർ? 4 സ്ട്രീറ്റ്സ്, 4 വ്യത്യസ്ത ഐഡിയോളജി. ദാറ്റ്സ് ഇമ്പോസിബിൾ. മേജർ ഒന്ന് ചിരിച്ചു. നത്തിങ് ഈസ് ഇമ്പോസിബിൾ സഞ്ജയ്. നമ്മുടെ ലക്ഷ്യം അത്രയ്ക്ക് സ്ട്രോങ് ആണെങ്കിൽ എല്ലാം നടക്കും. ആൻഡ് വി ഹാവ് എ പ്ലാൻ. മേജർ മേശയിൽ നിന്ന് ഒരു പഴയ പേപ്പർ റോൾ വലിച്ചെടുത്തു. ഇതിൽ ഇന്ത്യയുടെ 4 കോർണേഴ്സിലുള്ള 4 ആർട്ടിഫാക്ട്സിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സഞ്ജയ്. മഹാസ്ത്ര എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഈ 4 ആർട്ടിഫാക്ട്സും യുണൈറ്റ് ചെയ്താൽ നമ്മുടെ നാടിനെ ഒന്നിപ്പിക്കാനുള്ള ഒരു വലിയ പവർ സോഴ്സായി മാറും. തനിക്ക് മനസ്സിലാകുന്നുണ്ടോ? എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ സഞ്ജയ്ക്ക് ഒരു ഫാന്റസി സ്റ്റോറി പോലെയാണ് തോന്നിയത്. അതവൻ ഭക്ഷിയോട് പറയുകയും ചെയ്തു. ഭക്ഷി ഒന്ന് ചിരിച്ചു. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. പക്ഷെ ഞങ്ങളുടെ റിസർച്ചിൽ ഇതൊക്കെ റിയൽ ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആൻഡ് യു മസ്റ്റ് റിട്രീവ് ദീസ് ആർട്ടിഫാക്ട്സ്. സഞ്ജയ് ഒന്ന് ഞെട്ടി. സർ, ഞാനെങ്ങനെ? ഐ എം ജസ്റ്റ് എ സോൾജർ. താൻ വെറുമൊരു സോൾജർ അല്ലടോ സഞ്ജയ്. ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് താനാണ്. ആർ യു റെഡി? പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോഴും സഞ്ജയ് ഒരു ഐസ് നിറഞ്ഞ വഴിയിലേക്ക് കയറുകയായിരുന്നു. അവനെ പിന്തുടർന്ന് ഗാർഡ്സും. സഞ്ജയ് കിതപ്പോടെ ഇയർപീസിലേക്ക് വിരലമർത്തി. നമിത, എനിക്ക് വജ്രയുടെ ലൊക്കേഷൻ വേണം, ഇപ്പൊ തന്നെ. സംസാരത്തിനിടയിൽ തന്നെ സഞ്ജയ് മുന്നോട്ട് നീങ്ങി ഒരു വലിയ ഹാളിലേക്ക് കയറി. അവിടെ ഒരു പീഠമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. സഞ്ജയ് ഒന്ന് ഞെട്ടി. അപ്പോഴാണ് എവിടെ നിന്നല്ലാതെ ഒരു ശബ്ദം കേട്ടത്. ഏജന്റ്, നിങ്ങൾ എന്താ ഇങ്ങനെ അന്വേഷിക്കുന്നത്? സഞ്ജയ് ഒന്ന് തിരിഞ്ഞു നോക്കി. 1 ഡസനോളം വരുന്ന ബോഡി ഗാർഡ്സിന്റെ കൂടെ ജനറൽ ചന്ദ്രശേഖർ അവന്റെ തൊട്ടു പിന്നിലായി നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അത്ര എളുപ്പത്തിൽ നിനക്ക് വജ്രയുടെ അടുത്തേക്ക് എത്താൻ പറ്റുമെന്നാണോ നീ കരുതിയത്? സഞ്ജയ് ഒന്ന് പതറിയെങ്കിലും അത് പുറമെ കാണിക്കാൻ തയ്യാറായിരുന്നില്ല. ജനറൽ, ഈ ആർട്ടിഫാക്റ്റ് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല എന്ന് മനസ്സിലാക്കണം.
ഈ രാജ്യത്തുള്ള ഓരോ ആളുകൾക്കും ഇതിന്റെ മേൽ അവകാശമുണ്ട്. അത് മറക്കരുത്. ജനറൽ ചന്ദ്രശേഖർ സഞ്ജയെ കളിയാക്കുന്ന പോലെ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഈ രാജ്യത്തിന് അവകാശപ്പെട്ടത് അത് കൊള്ളാലോ. എടാ ചെറുക്ക, ഇവിടെ ഇനി ഇങ്ങനെ ഒരു രാജ്യമില്ല. ഇതൊന്നും ഒന്നിക്കാനും പോകുന്നില്ല. ആ സ്വപ്നം അങ്ങ് മറന്നേക്ക്. ഇനി ഈ ഹിമാലയൻ റീജിയൻ ഭരിക്കാൻ പോകുന്നത് ഞങ്ങളായിരിക്കും. അതിനി അധിക കാലമൊന്നും വേണ്ട. സഞ്ജയ് അയാളെ എതിർക്കുന്നത് പോലെ ഒന്ന് തലയാട്ടി. നിങ്ങൾക്ക് തെറ്റിപ്പോയി ജനറൽ. ഈ രാജ്യം ഒന്നാവുക തന്നെ ചെയ്യും. ജനറലിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അയാൾ ഉറക്കെ അലറി, മതിയാക്കിക്കോ നിന്റെ ഈ വിഡ്ഢിത്തരം. ഗാർഡ്സ്, അവനെ പിടിക്ക്. ജനറലിന്റെ നിർദ്ദേശം കിട്ടിയതും ഗാർഡ്സ് സഞ്ജയ്ക്ക് നേരെ നീങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും സഞ്ജയുടെ കാതിലേക്ക് നമിതയുടെ ശബ്ദം വന്നു പതിച്ചു. സഞ്ജയ്, പുറത്തേക്കുള്ള വഴിയിലേക്ക് ഞാൻ ഇപ്പോ നിന്നെ ഗൈഡ് ചെയ്യാൻ പോവാ. ഈസ്റ്റ് കോറിഡോറിൽ ഒരു സീക്രട്ട് പാസേജ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോണം. ഇല്ല നമിത, വജ്ര ഇല്ലാതെ ഞാൻ ഇവിടുന്ന് മടങ്ങില്ല. അതുറപ്പാണ്. മണ്ടത്തരം പറയരുത് സഞ്ജയ്. ഗെറ്റ് ഔട്ട് ഓഫ് ദർ. അപ്പോഴേക്കും ജനറലിന്റെ ശബ്ദം വീണ്ടും ഉയർന്നിരുന്നു. എന്തു പറ്റിയടാ? നീ ആകെ പേടിച്ചല്ലോ. സഞ്ജയ് ഒന്ന് പുഞ്ചിരിച്ചു. പേടിയോ? അതും എനിക്ക്? നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചല്ലോ ജനറൽ. എന്നെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ? സഞ്ജയ് അതേ ചിരിയോടെ തന്നെ ജാക്കറ്റിനുള്ളിൽ നിന്ന് ഒരു സ്മോക്ക് ഗ്രനേഡ് പുറത്തേക്കെടുത്തു. അത് കണ്ടതും ജനറൽ ചന്ദ്രശേഖർ തന്റെ കൂട്ടാളികളെ നോക്കി അലറി വിളിച്ചു, അവനെ പിടിക്ക! എന്നാൽ ഗാർഡ്സ് സഞ്ജയുടെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവൻ വലിച്ചെറിഞ്ഞ ഗ്രനേഡ് പൊട്ടിത്തെറിച്ചു. ഒപ്പം തന്നെ ആ മുറിയാകെ ഗ്രനേഡിൽ നിന്ന് പുറത്തേക്ക് വന്ന പുക കൊണ്ട് നിറഞ്ഞു. അതോടെ ഗാർഡ്സിന്റെ കാഴ്ചയെല്ലാം മറഞ്ഞു തുടങ്ങി. സർ, ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ജനറൽ ദേഷ്യത്തോടെ കൂട്ടാളികളെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഫൈൻഡ് ഹിം, യു ഫൂൾസ്! എന്നാൽ ആ സമയം കൊണ്ട് സഞ്ജയ് തനിക്ക് മുന്നിൽ പെടുന്നവരെയെല്ലാം അടിച്ചു വീഴ്ത്തുകയായിരുന്നു. അവന്റെ മനസ്സിൽ അപ്പോഴും വജ്ര എവിടെയാണെന്ന ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. വജ്രയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചേ മതിയാവൂ. പക്ഷെ എങ്ങനെ? പെട്ടെന്നാണ് സഞ്ജയ് പഴയ ചില കാര്യങ്ങൾ ഓർത്തെടുത്തത്. മേജർ ഭക്ഷി ആദ്യമായി തന്റെ ടീമിനെ തനിക്ക് വേണ്ടി പരിചയപ്പെടുത്തിയ ദിവസം സഞ്ജയുടെ ഓർമ്മകളിൽ തെളിഞ്ഞു. ടീമിലുള്ള ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരായിരുന്നു. മേജർ ഭക്ഷി അവരെ പരിചയപ്പെടുത്തുന്നതിനിടയിലാണ് ഒരു യുവതി അകത്തേക്ക് കടന്നു വന്നത്. ഭക്ഷി അവളെയും സഞ്ജയ്ക്ക് പരിചയപ്പെടുത്തി. സഞ്ജയ്, ഇത് നമിത പരമേശ്വർ, സൈബർ എക്സ്പേർട്ടാണ്. കാണുന്നത് പോലെയൊന്നുമല്ല. ഏത് സിസ്റ്റവും ഏത് നെറ്റ്വർക്കും ഹാക്ക് ചെയ്യാൻ ഇവൾക്ക് നിമിഷ നേരം മതി. സഞ്ജയ് നമിതയൊന്ന് നോക്കി സൗഹൃദഭാവത്തിൽ പുഞ്ചിരിച്ചപ്പോൾ അവളും അവനെ നോക്കി ചിരിച്ചു. അവൾ സഞ്ജയ്ക്ക് നേരെ തന്റെ കൈ നീട്ടി. ഹലോ സഞ്ജയ്, ഹോം വി വിൽ ബി ഗുഡ് പാർട്ട്നേഴ്സ്. സഞ്ജയ് ചിരിച്ചുകൊണ്ട് കൈകൊടുത്ത് അവൾ പറഞ്ഞത് അംഗീകരിച്ചു കൊടുത്തു. പെട്ടെന്നാണ് സഞ്ജയ് ഓർമ്മകളിൽ നിന്നും മടങ്ങിയത്. ഇയർപീസിലൂടെ നമിത എന്തോ പറയുന്നത് അവന് കേൾക്കാമായിരുന്നു. ഹലോ നമിത, തനിക്ക് ജനറലിന്റെ പേഴ്സണൽ ഡിവൈസ് ഹാക്ക് ചെയ്യാൻ പറ്റുമോ? നമിത ഒന്ന് ഞെട്ടിയെന്ന് തോന്നി. വാട്ട്? ഇത്രയും സെക്യൂരിറ്റി ഉള്ളപ്പോഴോ? പെട്ടെന്നൊന്നും ആ ഡിവൈസ് ഹാക്ക് ചെയ്യാൻ പറ്റില്ല സഞ്ജയ്. പെട്ടെന്ന് പറ്റില്ല എന്ന് പറയുമ്പോൾ ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയല്ലേ? ഡു ഇറ്റ് നമിത. ഞങ്ങളുടെ അവസാന പ്രതീക്ഷ മുഴുവൻ തന്നിലാണ്. പറ്റില്ലെന്ന് പറയരുത്. ശരി, ഗിവ് മീ 2 minutes. അപ്പോഴേക്കും ഗാർഡ്സ് സഞ്ജയുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അതോടെ സഞ്ജയ്ക്ക് അവരെ നേരിടേണ്ടി വന്നു. അവർക്ക് പിന്നാലെ എത്തിയ ജനറൽ ചന്ദ്രശേഖർ സഞ്ജയെ പിടികൂടാനുള്ള നിർദ്ദേശങ്ങൾ തന്റെ കൂട്ടാളികൾക്ക് നൽകിക്കൊണ്ടിരുന്നു. സഞ്ജയ് ആ സ്ഥലം വിട്ടു പോകരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ സഞ്ജയ് അവരുടെ കയ്യിൽ നിന്നെല്ലാം വഴുതി മാറി. ജനറൽ ദേഷ്യം കൊണ്ട് അലറി വിളിക്കുകയാണ്. അപ്പോഴേക്കും സഞ്ജയുടെ ഇയർപീസിലൂടെ നമിതയുടെ ശബ്ദമെത്തി. സഞ്ജയ്, ജനറലിന്റെ പേഴ്സണൽ ഡിവൈസ് ഞാൻ ഹാക്ക് ചെയ്തു. ആൻഡ് ഞാൻ വജ്രയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഇറ്റ്സ് ഇൻ ദി ബേസ്മെന്റ്. അവിടെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു വോൾട്ടിന്റെ അകത്താത്. സഞ്ജയ് ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു. അവന് നമിതയെ അഭിനന്ദിക്കണമെന്ന് തോന്നി. ഗുഡ് ജോബ് നമിത. നൗ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം. സഞ്ജയ് പെട്ടെന്ന് തന്നെ അവിടെ മൂടിയിരുന്ന പുകയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അവിടെ നിന്നും ബേസ്മെന്റ് ലക്ഷ്യമാക്കി ഓടി. ജനറൽ അത് കണ്ടതും തന്റെ ഗാർഡ്സിനെ നോക്കി അലറി വിളിച്ചു. സഞ്ജയ് അപ്പോഴേക്കും കോറിഡോർ വഴി താഴേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. ജനറലിന്റെ ഗാർഡ്സും അവന് പിന്നാലെ ഓടി. സഞ്ജയ് ഇയർപീസിലേക്ക് വിരലമർത്തി. നമിത, ബേസ്മെന്റിലേക്കുള്ള ഫാസ്റ്റസ്റ്റ് റൂട്ട് ഏതാണെന്ന് നോക്കിയിട്ട് പറയാവോ? സഞ്ജയ്, ടേക്ക് ദി റൈറ്റ്, ദെൻ സെക്കൻഡ് ലെഫ്റ്റ്. അവിടെ
ഒരു ലിഫ്റ്റ് കാണാവോ? സഞ്ജയ് നമിത പറഞ്ഞ വഴിയിലൂടെ ഓടി ലിഫ്റ്റിനരികിലേക്ക് എത്തി. എന്നാൽ ആ ലിഫ്റ്റ് ഓപ്പണാക്കാൻ ശ്രമിച്ച സഞ്ജയ് ഒന്ന് ഞെട്ടി. ഡാമിറ്റ്, ലിഫ്റ്റ് തുറക്കാൻ പറ്റുന്നില്ല നമിത. നമിത ഒരു സെക്കൻഡ് സമയം ചോദിച്ചതിന് ശേഷം തന്റെ മുന്നിലുള്ള സിസ്റ്റത്തിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അവൾ തന്റെ ശ്രമത്തിൽ വിജയിച്ചു. സഞ്ജയ്, ആ പ്രശ്നം ക്ലിയർ ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് പോയിക്കോ. ഇത്തവണ സഞ്ജയ്ക്ക് മുന്നിൽ ലിഫ്റ്റ് ഓപ്പണായി. സഞ്ജയ് പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് കയറി. ഗാർഡ്സ് എത്തിയപ്പോഴേക്കും സഞ്ജയ് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അതിൽ നിന്നൊരുവൻ അപ്പോൾ തന്നെ ആ വിവരം ജനറൽ ചന്ദ്രശേഖരനെ വിളിച്ചറിയിച്ചു. ജനറൽ ദേഷ്യം കൊണ്ട് തിളച്ചു മറിഞ്ഞു. പിന്നെ എന്തിനാ നീയൊക്കെ അവിടെ കുറ്റിയടിച്ച് നിൽക്കുന്നേ? ചെന്ന് അവനെ പിടിക്കണം, മരക്കഴുതകളെ. ഈ സമയം ബേസ്മെന്റിലേക്ക് എത്തിയ സഞ്ജയ് വോൾട്ട് കണ്ടുപിടിച്ച് അതിന് മുന്നിലേക്കെത്തി. അത് തുറക്കാൻ പാസ്വേഡ് ആവശ്യമായിരുന്നു. സഞ്ജയ് നമിതയുടെ സഹായം തേടി. നമിത, ഈ വോൾട്ടിന്റെ പാസ്വേഡ് എന്താ? വെയിറ്റ് സഞ്ജയ്, ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡാ. ജസ്റ്റ് ഗോട്ട് ഇറ്റ്. 739142. നമിത പറഞ്ഞുകൊടുത്ത കോഡ് എൻ്റർ ചെയ്തതും വോൾട്ട് തുറക്കപ്പെട്ടു. അകത്തു വച്ചിരുന്ന ഒരു പീഠത്തിൽ പുരാതനമായ ഒരു കഠാരയുണ്ടായിരുന്നു. സഞ്ജയ് അന്വേഷിച്ചു വന്ന അതേ വജ്രം. സഞ്ജയുടെ കണ്ണുകൾ അതിശയം കൊണ്ട് പിടർന്നു. ഇൻക്രെഡിബിൾ. സഞ്ജയ് തിടുക്കത്തിൽ വജ്ര കൈക്കലാക്കി. എന്നാൽ ജനറലിന്റെ ഗാർഡ്സ് അപ്പോഴേക്കും അവനെ വളഞ്ഞിരുന്നു. അവർ തങ്ങളുടെ കയ്യിലെ തോക്കുകളെല്ലാം അവന് നേരെ നീട്ടി. സഞ്ജയ് പതിയെ അവർക്ക് നേരെ തിരിഞ്ഞ് കൈകൾ പൊക്കിപ്പിടിച്ചു. പക്ഷെ അപ്രതീക്ഷിതമായി വജ്രയിൽ നിന്നൊരു വല്ലാത്ത തിളക്കമുണ്ടായി. ആ വെളിച്ചത്തിന്റെ മുന്നിൽ നിന്ന് ഗാർഡ്സിന്റെ കണ്ണുകൾ പുളിച്ചുപോയി. അവരെല്ലാവരും ഒരു നിമിഷത്തേക്ക് കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. അതൊരവസരമായി കണ്ട് സഞ്ജയ് അവിടെ നിന്ന് നിമിഷ നേരം കൊണ്ട് പുറത്തേക്ക് കടക്കുകയും ചെയ്തു. അപ്പുറത്ത് ബഹളം കേട്ട നമിത ആകെ പരിഭ്രാന്തയായി. സഞ്ജയ് ഓട്ടത്തിനിടയ്ക്ക് തന്നെ നമിതയ്ക്കുള്ള മറുപടി നൽകി. യെസ് നമിത, ഐ എം ഫൈൻ. ആൻഡ് വജ്ര ഇപ്പൊ എന്റെ കയ്യിലാണ്. എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറത്തേക്ക് കടക്കണം. സേഫ് റൂട്ട് ഞാൻ ഇവിടുന്ന് പറഞ്ഞു തന്നേക്കാം. സഞ്ജയ് അത് ഫോളോ ചെയ്താൽ മതി. സഞ്ജയ്ക്ക് പിന്നിൽ ഒരു ഹെലികോപ്റ്റർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും സ്പീക്കറിലൂടെ ജനറൽ ചന്ദ്രശേഖരന്റെ ശബ്ദം സഞ്ജയ് കേട്ടു. എന്താ സോൾജർ, എന്റെ കയ്യിൽ നിന്ന് വജ്രയും മോഷ്ടിച്ചിട്ട് അങ്ങനെ എളുപ്പം രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഇത് നിന്റെ ഡെഡ്ലൈൻ ആണ് ഏജന്റ് സഞ്ജയ്. സഞ്ജയ് ആകെ പെട്ടല്ലോ എന്ന ഭാവത്തിൽ ചുറ്റും നോക്കി. ഒന്നും അവിടെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും ഇത് വെറും തുടക്കമാണെന്നും അവന്റെ മനസ്സ് പറഞ്ഞു. മുന്നോട്ടു പോയ സഞ്ജയ് ഒരു വലിയ മുനമ്പിന്റെ അറ്റത്തായിരുന്നു. അതിനു താഴെയായി ഇരുട്ട് പിടിച്ചതുപോലെ കൊടും കാടും. അപ്പോഴേക്കും നമിതയുടെ ശബ്ദം സഞ്ജയുടെ കാതുകളിലെത്തി. സഞ്ജയ്, താൻ അവിടെ എന്ത് ചെയ്യാ? അവിടുന്ന് പെട്ടെന്ന് മാറാൻ നോക്ക്. സോറി നമിത, ഇനി എനിക്ക് മുന്നിൽ വേറൊരു ചോയ്സ് ഇല്ല. ഹെലികോപ്റ്ററുകൾ അടുത്തേക്ക് വരുന്നതിന്റെ ഭീകരമായ ശബ്ദം നമിതയ്ക്ക് കേൾക്കാമായിരുന്നു. ഒപ്പം സഞ്ജയോട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനറലിന്റെ ആജ്ഞയും. പക്ഷേ തനിക്ക് കീഴടങ്ങാൻ ഭാവമില്ലെന്ന് സഞ്ജയ് അയാളോട് വ്യക്തമാക്കി. അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സഞ്ജയ് ആ മുനമ്പിൽ നിന്ന് താഴേക്ക് ചാടി. അപ്പുറത്ത് നമിതയുടെ അലർച്ച മുഴങ്ങി. ജനറൽ ചന്ദ്രശേഖരന്റെ ഐസ്കോട്ടയ്ക്കുള്ളിലെ ഇരുട്ട് പിടിച്ച മുറിക്കുള്ളിൽ ഒരു കസേരയിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു സഞ്ജയ്. അവന്റെ ശരീരം മുഴുവൻ പരിക്കുകളായിരിക്കുന്നു. സഞ്ജയ് കണ്ണുകൾ തുറന്നതും ജനറലിന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദമാണ് കേട്ടത്. സോ മിസ്റ്റർ സഞ്ജയ് സുബ്രഹ്മണ്യം, ഇനി താൻ എങ്ങോട്ടാ ഓടാൻ പോകുന്നത്? സഞ്ജയ് ഒന്ന് ചിരിച്ചുകൊണ്ട് ജനറലിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ അപ്പോഴും ഭയമുണ്ടായിരുന്നില്ല. ജനറലിന് എന്നെ ഇവിടെ തടവിലിടാൻ പറ്റുമെന്ന് അത്രയ്ക്ക് വിശ്വാസമുണ്ടോ? ജനറലിന് അവന്റെ ആ ധൈര്യം സമ്മതിച്ചു കൊടുക്കാതെ വയ്യായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സഞ്ജയ് അയാളുടെ കോട്ടയ്ക്കകത്ത് കയറി അയാളുടെ കയ്യിലെ സാധനം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വന്ന ഒരുവൻ തന്നെയാണ്. എന്താണ് അവന്റെ ശരിയായ ലക്ഷ്യമെന്ന് അതുകൊണ്ട് തന്നെ അയാൾക്ക് അറിയണമായിരുന്നു. സഞ്ജയ് താൻ മുൻപ് പറഞ്ഞത് തന്നെ ആവർത്തിച്ചു. എനിക്ക് എൻ്റെ രാജ്യത്തെ റീയൂണൈറ്റ് ചെയ്യണം, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ജനറൽ എന്തോ തമാശ കേട്ടതുപോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സഞ്ജയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. യുണൈറ്റഡ് കൺട്രി കൊള്ളാം സഞ്ജയ്, പക്ഷെ ആ സ്വപ്നമൊക്കെ എന്നേ തകർന്നടിഞ്ഞതാണ്. സഞ്ജയ് അയാൾ പറഞ്ഞത് അംഗീകരിക്കാത്തതുപോലെ തലയാട്ടി. ഇല്ല ജനറൽ, ആ സ്വപ്നം ഒരിക്കലും ഇല്ലാതാവുന്നില്ല.
ഈ മണ്ണിലെ ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ഇന്നും ആ സ്വപ്നത്തിനൊരു മങ്ങലും ഏറ്റിട്ടില്ല. സഞ്ജയ് തന്റെ വാദങ്ങളെ എതിർത്ത് സംസാരിക്കുന്നത് ജനറലിന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാൾ ദേഷ്യത്തോടെ അലറി വിളിച്ചു, നോൺസെൻസ്! നീ കണ്ണു തുറന്ന് ചുറ്റും നോക്കടാ. ഇവിടത്തെ കാലാവസ്ഥ നോക്ക്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് കണ്ണു തുറന്ന് കാണ്. വേൾഡ് വാർ 3 അത് നമ്മളെ വെട്ടിമുറിച്ച് കഷണങ്ങളാക്കി കഴിഞ്ഞു. എന്നാൽ സഞ്ജയ്ക്ക് അറിയാമായിരുന്നു, ഒരിക്കലും ഇന്ത്യ പിളരാൻ കാരണം ഒരു ലോകമഹായുദ്ധമല്ലെന്ന്. അവർ തന്നെയാണ് അവരെ വെട്ടിക്കീറി പലതാക്കിയതെന്ന് സഞ്ജയ്ക്ക് ജനറലിന്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു. 6 മാസങ്ങൾക്ക് മുൻപ് മേജർ ഭക്ഷിയുമായി നടത്തിയ രഹസ്യ സംഭാഷണങ്ങൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു സഞ്ജയ്. അന്ന് മിഷനെപ്പറ്റിയും ആർട്ടിഫാക്ട്സുകളെപ്പറ്റിയും പറഞ്ഞ സമയത്താണ് മേജർ സഞ്ജയോട് വജ്രയെപ്പറ്റി സംസാരിക്കുന്നത്. എന്നാൽ വജ്ര ഒരു ചിരപുരാതന ആർട്ടിഫാക്ട്സ് എന്നതിലുപരി മറ്റെന്താണെന്ന് സഞ്ജയ്ക്ക് ഒരറിവുമുണ്ടായിരുന്നില്ല. മേജർ ഭക്ഷി സഞ്ജയെ നോക്കിയൊന്ന് ചിരിച്ചു. അതങ്ങനെ വെറുമൊരു പുരാതന വസ്തുവല്ല സഞ്ജയ്, അതൊരു കണക്ടറാണ്. മനുഷ്യന്മാരുടെ ഹൃദയങ്ങളെയും ഓർമ്മകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ശക്തിയുള്ള ഒരു കണക്ടർ. സഞ്ജയുടെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ അവനത് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം ഭക്ഷി തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാകുന്ന രീതിയിൽ സഞ്ജയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. ഈ വജ്രയ്ക്കൊരു പവറുണ്ട് സഞ്ജയ്. അതിന് ആളുകളെ റീകണക്ട് ചെയ്യാൻ പറ്റും. അതായത് അവർ ഒരുമിച്ചുണ്ടായിരുന്ന കാലത്തെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവന്ന് ആ ഓർമ്മകൾ കൊണ്ട് തന്നെ അവരെ ഒരുമിപ്പിക്കാൻ വജ്രയ്ക്ക് കഴിയും. ജനറൽ ചന്ദ്രശേഖരന്റെ ശബ്ദമാണ് സഞ്ജയെ ഓർമ്മകളിൽ നിന്ന് പിറകിലേക്ക് കൊണ്ടുവന്നത്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സഞ്ജയ്. ഈ പ്രദേശത്തെ രക്ഷിക്കാൻ ഇന്നിപ്പോ ഹിമാലയൻ ഫോഴ്സസിന് മാത്രമേ കഴിയൂ. അത് നീ മനസ്സിലാക്കണം. സഞ്ജയുടെ നെറ്റി ചുളിഞ്ഞു. ഈയൊരു പ്രദേശത്തെ സംരക്ഷിക്കാനുള്ള കാര്യമേ ജനറൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ഇന്ത്യൻ പ്രദേശങ്ങളുടെ സംരക്ഷണത്തെപ്പറ്റി അയാൾ ചിന്തിക്കുന്നതേയില്ല. സഞ്ജയുടെ ആ ചോദ്യത്തിന് അവരെ തങ്ങൾക്ക് ആവശ്യമില്ല എന്നായിരുന്നു ജനറലിന്റെ മറുപടി. സഞ്ജയ് ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. ജനറൽ എന്താണെന്ന ഭാവത്തിൽ നോക്കുന്നത് കണ്ടപ്പോൾ സഞ്ജയ് തന്റെ ചോദ്യമറിഞ്ഞു. ജനറലിന്റെ ചെറുപ്പകാലം ഓർമ്മയുണ്ടോ? ഈ മുഴുവൻ രാജ്യത്തിനും വേണ്ടി പോരാടിയ ജനറൽ ചന്ദ്രശേഖരന്റെ പഴയ ആ കാലം. ഒരു നിമിഷത്തേക്ക് ജനറലിന്റെ ഓർമ്മകൾ തന്റെ യൗവനകാലത്തേക്ക് പോയി. ആ ഓർമ്മകളിൽ അയാളുടെ മുഖത്ത് ഒരു സങ്കടഭാവം തെളിഞ്ഞു. കഴിഞ്ഞുപോയ ആ കാലം ഇനി തിരിച്ചു വരില്ലെന്ന് തന്നെ ജനറൽ വിശ്വസിച്ചു. ജനറലിന്റെ ആ വാദത്തെ സഞ്ജയ് നിഷേധിച്ചു. ഇല്ല ജനറൽ, ആ ദിവസങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. വി ജസ്റ്റ് നീഡ് ടു അവേക്കൻ ദം. അത്രയുള്ളൂ. ഈ സമയം ദൂരെ മറ്റൊരിടത്ത് നമിത ഫോണെടുത്ത് വീരമണിയുടെ നമ്പർ ഡയൽ ചെയ്തു. അപ്പുറത്തെ കോൾ കണക്ട് ആയതും നമിത തിടുക്കപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. യെസ് വീരമണി, എങ്ങനെയെങ്കിലും സഞ്ജയ് അവിടെ നിന്ന് പുറത്തിറക്കണം. ക്യാൻ യു ടോക്ക് ടു ദ ലോക്കൽ റെസിസ്റ്റൻസ്? അപ്പുറത്ത് വീരമണിയുടെ ശബ്ദം ആശ്വാസം എന്നതുപോലെ കേട്ടു. യെസ് നമിത, ഐ വിൽ ട്രൈ. പക്ഷേ അതിത്തിരി അപകടം പിടിച്ച കാര്യമാണ്. എനിക്കറിയാം വീരമണി, ബട്ട് നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. സഞ്ജയുടെ കയ്യിലാ വജ്രം ഉള്ളത്. അറിയാലോ അതെത്രമാത്രം എസെൻഷ്യൽ ആണെന്ന്. നമിതയുടെ സ്വരത്തിലെ വേവലാതി വീരമണിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഈ സമയം ജനറലിന്റെ ഇന്ററോഗേഷൻ റൂമിൽ ജനറലും സഞ്ജയും തമ്മിലുള്ള സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. സഞ്ജയുടെ ഓർമ്മപ്പെടുത്തലിൽ ജനറലിന്റെ കാലൊന്നിടറി. താൻ എന്നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കരുത് സഞ്ജയ്. സഞ്ജയ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ജനറലിനെ നേരിട്ടു. ഞാനതിനു വേണ്ടി വെറുതെ പോലും ഒന്ന് ശ്രമിച്ചിട്ടില്ല ജനറൽ. കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു പട്ടാളക്കാരൻ ഇൻട്രോഗേഷൻ റൂമിലേക്ക് കയറി വന്നു. അയാൾക്ക് നേരെ വന്ന് ജനറലിനെ സല്യൂട്ട് ചെയ്തു. സർ, പുറത്ത് കുറച്ച് ലോക്കൽസ് വന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജനറൽ ദേഷ്യത്തോടെ സഞ്ജയെ നോക്കി. ഇതെല്ലാം സഞ്ജയുടെ പ്രവൃത്തികൾ തന്നെയാണെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. സഞ്ജയ് ആണെങ്കിൽ അയാളുടെ സംശയം തള്ളിക്കളയുകയും ചെയ്തു. ഞാനൊന്നും ചെയ്തിട്ടില്ല ജനറൽ. ആളുകൾക്ക് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തണമെന്ന് തോന്നിയിട്ടുണ്ടാവും. ജനറൽ സഞ്ജയോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ട ശേഷം ആ പട്ടാളക്കാരനെ നോക്കി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞു വിട്ടു. അത് കേട്ടതും അയാൾ അവിടെ നിന്ന് പോയി. സഞ്ജയ് വീണ്ടും ജനറലിനെ നോക്കി. കണ്ടോ ജനറൽ, ആളുകൾക്കൊക്കെ ബോധം വെച്ച് തുടങ്ങിയതിൻ്റെയാ ഈ കേൾക്കുന്ന ശബ്ദം. അവരൊക്കെ ഉണർന്നു തുടങ്ങി. ദേ വാണ്ട് ടു ബി യുണൈറ്റഡ്. എന്നാൽ സഞ്ജയ് പറഞ്ഞതിനോട് യോജിക്കാൻ ജനറലിന് കഴിയുമായിരുന്നില്ല.
ഇനിയൊരു യുണൈറ്റഡ് ഇന്ത്യ എന്നത് അയാൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ആ ദേഷ്യത്തിൽ ജനറൽ സഞ്ജയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. സഞ്ജയുടെ വായിൽ നിന്ന് ചോരയൊഴുകി. അവൻ ആ ചോര പുറത്തേക്ക് തുപ്പിക്കൊണ്ട് ജനറലിനെ നോക്കി. വയലൻസ് ഒന്നും സോൾവ് ചെയ്യാൻ പോകുന്നില്ല ജനറൽ. ഓൺലി ലവ് ആൻഡ് യൂണിറ്റി ക്യാൻ മൂവ് അസ് ഫോർവേഡ്. പെട്ടെന്നാണ് എന്തോ പൊട്ടിത്തെറിക്കുന്നത് പോലെ ഒരു ശബ്ദം കേട്ടത്. ജനറലിന് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോഴേക്കും മറ്റൊരു പട്ടാളക്കാരൻ അവിടേക്ക് ഓടിയെത്തി. അയാൾ കിതച്ചുകൊണ്ട് ജനറലിനെ നോക്കി വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു, സർ, വി ആർ അണ്ടർ അറ്റാക്ക്. അതിൽ ചിലരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള പട്ടാളക്കാരാണ് ജനറൽ. ജനറൽ അമ്പരപ്പോടെ അയാളെ നോക്കി. തനിക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടാളക്കാരനെ അമ്പരപ്പോടെ നോക്കുകയാണ് ജനറൽ ചന്ദ്രശേഖർ. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? അവിടെ വന്നിരിക്കുന്ന പട്ടാളക്കാരിൽ ചിലർ ഇന്ത്യയെ ഒന്നിപ്പിക്കാനുള്ള പോരാട്ടത്തിനായി വന്നിരിക്കുന്നവരാണെന്ന് പറയുന്നതായി ആ പട്ടാളക്കാരൻ ജനറലിനെ അറിയിച്ചു. സഞ്ജയ് ഒന്നുകൂടി ചിരിച്ചു. കണ്ടോ ജനറൽ, ഇതാണ് നമ്മുടെ ജനങ്ങളുടെ ശരിയായ പവർ, ദ പവർ ഓഫ് യൂണിറ്റി. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ജനറൽ സഞ്ജയെ നോക്കി അലറി വിളിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ശേഷം ആ പട്ടാളക്കാരന്റെ നേർക്ക് നോക്കി. പോയി എല്ലാത്തിനെയും നിലയ്ക്ക് നിർത്ത്. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ ഷൂട്ട് ആൻഡ് കിൽ ദം. നിർദ്ദേശം സ്വീകരിച്ച് ആ പട്ടാളക്കാരൻ പോയതും ജനറൽ സഞ്ജയുടെ നേർക്ക് തിരിഞ്ഞു. ജനറൽ, പ്ലീസ്, ഇനിയും ഇവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കരുത്. ഇതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതല്ലേ? സഞ്ജയ് തന്റെ ആളുകളെ എന്താണ് ചെയ്യുന്നതെന്നായിരുന്നു ജനറലിന് അറിയേണ്ടിയിരുന്നത്. സഞ്ജയ് അയാളുടെ സംശയങ്ങളെല്ലാം തന്നെ നിഷേധിച്ചു. ഞാനൊന്നും ചെയ്തിട്ടില്ല ജനറൽ. അതൊക്കെ വജ്രയുടെ പവർ മാത്രമാണ്. അവർ അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങി, അത്രയുള്ളൂ. സഞ്ജയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഇതേ സമയം പുറത്തു നിൽക്കുന്ന വീരമണിയോട് ഫോണിലൂടെ സംസാരിക്കുകയായിരുന്നു നമിത. വീരമണി, എന്താ അവിടെ ഇപ്പൊ സിറ്റുവേഷൻ? നമിത, പറഞ്ഞ താൻ വിശ്വസിക്കില്ല. ഇവിടെ ചില പട്ടാളക്കാർ അവരുടെ ആളുകൾക്ക് നേരെ തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശരിയായ ഡ്യൂട്ടി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിശയിക്കാൻ ഒന്നുമില്ല വീരമണി, ഇതെല്ലാം വജ്രയുടെ എഫക്റ്റാ. ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് സഞ്ജയ് എന്നോട് പറഞ്ഞിരുന്നു. നമിത ഒന്നും നിശ്വസിച്ചു. ഈ സമയമൊക്കെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാകാതെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു ജനറൽ. അയാൾ എന്തിനെന്നില്ലാതെ അലറി വിളിച്ചു. സഞ്ജയ് അയാളെ വിളിച്ചു. ജനറൽ, ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കും ചേരാം. ടുഗദർ വി ക്യാൻ റീയുണൈറ്റ് ഇന്ത്യ. പെട്ടെന്നാണ് ആ മുറിയുടെ വാതിൽ തകർത്തുകൊണ്ട് നമിതയും ചില പട്ടാളക്കാരും അകത്തേക്ക് കടന്നു വന്നത്. അവരിൽ ചിലർക്ക് ശാരീരികമായ കുറവുകളുണ്ടായിരുന്നു. നമിത നേരെ സഞ്ജയുടെ അടുത്തേക്ക് ചെന്നു. സഞ്ജയ്, അയ്യോ ഓക്കേ? സഞ്ജയ് അതിശയത്തോടെ നമിതയെ നോക്കി. നമിത, താനെങ്ങനെ അകത്തേക്ക് വന്നത്? എങ്ങനാടോ തന്നെ ഞാൻ ഇവിടെ തനിച്ചു വിടുന്നത്? കമോൺ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു കിടക്കണം. നമിത പെട്ടെന്ന് തന്നെ സഞ്ജയുടെ കയ്യിലെ കെട്ടുകൾ അഴിച്ചു മാറ്റി. ഇതെല്ലാം കണ്ടുനിന്ന ജനറലിന് ആകെ വിറഞ്ഞു കയറി. മതിയാക്കിക്കോ, ഇവനെ ആരും എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. സഞ്ജയ് ജനറലിനെ ദയനീയമായി നോക്കി. എവിടെയൊക്കെയോ ജനറൽ തങ്ങൾക്കൊപ്പം ചേരണമെന്നൊരു പ്രതീക്ഷ അവൻ അപ്പോഴും ഉണ്ടായിരുന്നു. ജനറൽ, പ്ലീസ് ജോയിൻ അസ്. ഒരുമിച്ച് നിന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തെ ഒന്നാക്കിക്കൂടെ? ജനറൽ ഒന്ന് പകച്ചു നിന്നു. അയാൾ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. നമിത സഞ്ജയുടെ ചുമലിൽ തട്ടി. സഞ്ജയ്, വി നീഡ് ടു ലീവ് നൗ. പുറത്തെ സിറ്റുവേഷൻ ഇപ്പൊ നമ്മുടെ കൺട്രോളിന് പുറത്താ. കം ഫാസ്റ്റ്. സഞ്ജയ് നമിതയെ നോക്കി തലയാട്ടി. ശേഷം ഒന്നുകൂടി ജനറലിനെ നോക്കി. ആലോചിച്ച് നോക്ക് ജനറൽ, ഇനിയും സമയം വൈകിട്ടില്ല. അത്രയും പറഞ്ഞതിനു ശേഷം സഞ്ജയ് നമിതയ്ക്കും കൂടെ വന്ന പട്ടാളക്കാർക്കുമൊപ്പം പുറത്തേക്ക് ഓടി. ജനറൽ ചന്ദ്രശേഖർ അന്ന് ആദ്യമായി തന്റെ പ്രവൃത്തികളെ ഒന്നുകൂടി വിശകലനം ചെയ്തു. താൻ ചെയ്തതെല്ലാം ശരിയായിരുന്നുവോ എന്ന് അയാൾ സ്വയം ചിന്തിച്ചു. പുറത്ത് അതിഭീകരമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സൈനികർ പരസ്പരം പോരാടുന്നുണ്ട്. ബാക്കിയുള്ളവർ സാധാരണക്കാരായ ആളുകൾക്കൊപ്പം ചേർന്ന് ഒരൊറ്റ ഫോഴ്സായി മാറിക്കൊണ്ടിരിക്കുന്നു. സഞ്ജയ് തന്റെ കൂടെ ഉണ്ടായിരുന്ന നമിതയെ നോക്കി. അടുത്ത നീക്കങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. നമിത, ഇനി നമ്മുടെ പരിപാടി എന്താ? വീരമണി നമുക്ക് വേണ്ടി ഇവിടെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ടാവും അടുത്ത പ്ലാനിംഗ് ഒക്കെ. ഗുഡ്. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ആർട്ടിഫാക്റ്റ് കണ്ടെത്തണം.
അതെത്ര പെട്ടെന്ന് കഴിയുന്നോ അത്രയും നല്ലതാണ്. അവർ ഉടൻ തന്നെ ആ സ്ഥലത്തു നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം തുടങ്ങി. പോകുന്ന വഴിയിൽ ഒരുപാട് ആളുകൾ പരസ്പരം സഹായിക്കുന്നതൊക്കെ സഞ്ജയുടെ കണ്ണിൽപ്പെട്ടിരുന്നു. തന്റെ രാജ്യത്തിന്റെ യഥാർത്ഥ മുഖം ഇതാണെന്ന് സഞ്ജയ് ഓർത്തെടുത്തു. ആളുകൾ പരസ്പരം സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി ജീവിച്ചിരുന്ന തന്റെ പഴയ ഇന്ത്യ. അവൻ ആലോചനയിൽ നിൽക്കുന്നത് കണ്ട നമിത അവനെ തട്ടി വിളിച്ചു. എന്താടോ ഇത്ര വലിയൊരു ആലോചന?